ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഒരാഴ്ച 10 ദിവസം മുമ്പ് എടുത്തുവെച്ചൊരു വീഡിയോ ആവുക. അപ്പോൾ ഇത്തല്ലുണ്ടായ ഒരു ദിവസത്തെ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇത് കാലത്തത്തെ വിശേഷമാവുക. അപ്പോൾ കാലത്ത് തന്നെ ദോശ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദൗമത അരിയെല്ലാം അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അരച്ച മാവിലേക്ക് തന്നെ ഇല്ല, ഇന്ന് അരച്ചിട്ട് കൂട്ടിയതാവുക. അങ്ങനെ ആ പാത്രം അങ്ങനെ ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ തേങ്ങ ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ഇന്ന് ചട്നിയൊക്കെയാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ബസ്രച്ചാറുണ്ട്, ചട്നി കൂട്ടിയിട്ട് ദോശ തിന്നാൻ വലിയ ആശ. അങ്ങനെ ഇതാ ചട്നി അരക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുറിൻ്റെ കുറച്ച് തേങ്ങ ആവുക ഞാൻ എടുത്ത്, അധികം തേങ്ങ ഒന്നും എടുത്തിട്ടാ. പിന്നെ ഇതാ ചെറിയൊരു കണ്ടം നീരുള്ളിട്ടെടുത്ത്, പിന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഇട്ടെടുത്ത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഇത്താൻ്റെ പുള്ളറുണ്ട്, എൻ്റെ മുളകെല്ലാം ഉള്ളതിനുണ്ട് ഞാൻ എന്താക്കി എരിവ് അധികം ഇടുന്നില്ല. അപ്പോൾ കുറച്ച് എരിവ് ഇട്ടിട്ട് എരിവില്ലാത്ത 2-3 പച്ചമുളക് ഇട്ടെടുത്ത്, പിന്നെ എന്താ ആവശ്യത്തിന് ഉപ്പിട്ട് പുളിയിട്ട് അതെല്ലാം ഇട്ട് മിക്സിൻ്റെ ജാറിൽ നല്ല പോലെ അടിച്ചെടുക്കുന്നത്. പിന്നെ എന്താ അതിനൊന്ന് കലം പോർന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ചട്നി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലേ, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞാൻ എൻ്റെ റെസിപ്പി കാണിക്കുന്നുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ദോശയും ചട്നി കൂട്ടി തിന്നാൻ. അങ്ങനെ ഞാൻ ചട്നി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താ എണ്ണ കെട്ടിയിട്ട് പൊട്ടിത്തെറിക്കാൻ ഞാനൊരു മൂടിയിട്ട് കൊടുത്തു. അല്ലെങ്കിൽ അത് സ്പ്രെഡാണ് ഗ്യാസിൻ്റെ സ്റ്റോവിൽ പറ്റ പൊട്ടാന്ന് കടുവെല്ലാം തെറിച്ചിട്ട് എണ്ണൻ്റെ ഇതെല്ലാം ആയിട്ട് പൊട്ടാന്ന്. ഞാൻ എന്താ ഒരു പൊട്ടം തന്നെ മൂടി വെച്ചിട്ട് കൊടുത്ത്. അപ്പോൾ കടുവെല്ലാം നല്ലപോലെ പൊട്ടിയിട്ട് അതിൽ കറിച്ചപ്പലിട്ട് പിന്നെ അരച്ചിട്ട് വെച്ച തേങ്ങ ഇട്ടിട്ട് ഞാൻ എന്താ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് ആയിനാ നോക്കി അതിന് ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത്. അങ്ങനെ ഇതാ ഇന്നലെ നല്ല മഴനുണ്ട് എന്ത് ഡ്രസ്സൊന്നും പങ്ങല ഉണങ്ങിയിട്ടേ ഇല്ലാഞ്ഞ്. അപ്പോൾ ഞാൻ എന്താക്കി ഡ്രസ്സെല്ലാം ഇന്നലെ അലക്കിയതുണ്ട്. അപ്പോൾ അതിനൊന്ന് ആർത്തിടാലിട്ട് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ആർത്തിടാല്ലെങ്കിൽ ബെയിൽ പോകും. പിന്നെ അതിലെ ഇപ്പോഴത്തെ ബെയിലിനെ നമ്പിയിട്ട് കൊണമില്ല, എപ്പോൾ ബെയിൽ വരുന്നു ആ സമയം നോക്കിയിട്ട് തുണിപ്പയം പുറത്തായാലിടുന്ന നല്ലത്. അങ്ങനെ എന്താ കാലത്ത് ഇട്ട് കൊടുത്താൽ പിന്നെ വെച്ചത് ഉണങ്ങാനുണ്ടായിന്. അപ്പോൾ നല്ല ചണ്ടിയല്ല അഞ്ഞ് ചെറിയ ഉണക്കും അങ്ങനെ ചണ്ടിയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്താക്കിയതാ പോയിട്ട് അയലിടുന്നുണ്ട്, ചട്നി ആക്കിയിട്ട് വെച്ചിട്ട് ഇത്തരം മുളക്കിക്കുന്നുണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെള്ളിയാഴ്ച എടുത്ത് വെച്ച വ്ളോഗാണ്. വെള്ളിയാഴ്ച ആകുമ്പോൾ വരുന്ന ബസ് കുനിയിലെ കൂട്ടിന്. അപ്പോൾ 8 മണി 8:15 10-ൻ്റെ ഉള്ളിൽ എത്തിയിട്ടായി ബസ്. അപ്പോൾ ഇതൊക്കെ ഫുള്ള് ഇറക്കി വെക്കുന്നുണ്ട്. പിന്നെ എന്താ ഡ്രസ്സ് ആർത്തിട്ടിട്ടായിട്ട് കുറച്ചിതാ ആകാശത്തെ വ്യൂ എല്ലാം നിങ്ങൾ കാണിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇങ്ങനെ നല്ല വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, മോളത്തെ വ്യൂ എല്ലാം കാണിക്കാൻ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ആക്കാൻ അപ്പോൾ ഡിലീറ്റ് ആക്കാൻ കഴിഞ്ഞെന്നല്ലെങ്കിൽ ഞാൻ 2 ദിവസമായി വീഡിയോ ഇടാതെ അങ്ങനെ എന്താക്കി ഈ വീഡിയോ ഇടാലിട്ട് ഞാൻ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നുള്ളവേ. 2 ദിവസം മംഗളത്തിന് പോയാൽ ക്ഷീണം കറി എല്ലാം ഉണ്ട്. അങ്ങനെയാണ് ഇന്ന് വീഡിയോ ഇടാത്തത്. ബനിയായി വോയിസ് ഓവർ കൊടുക്കാൻ എഡിറ്റ് ആക്കാൻ ഭയങ്കര ബനായി. എന്നിട്ട് ഇത് ഡിലീറ്റ് ആക്കിയാൽ വേണമെങ്കിൽ ഇത് എഡിറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് ഓർമ്മ. അങ്ങനെ ഞാൻ പോയിട്ട് വോയിസ് ഓവർ എടുക്കുന്നു. വോയിസ് ഓവർ കൊടുക്കുന്നതന്നെ ഏറ്റവും വലിയ ബനയെന്ന് വെച്ചില്ലെങ്കിൽ വോയിസ് ഓവർ എടുക്കുന്നത്. ഇപ്പം നമുക്ക് എന്തോ ഒരു ബന പിടിച്ചിന് വോയിസ് ഓവറെല്ലാം കൊടുക്കാൻ. അന്ന് ഭയങ്കര ഇഷ്ടമാണ് വോയിസ് ഓവറെല്ലാം കൊടുക്കാൻ, എഡിറ്റ് ആക്കാനല്ലേ. ഇപ്പോൾ ചെറുങ്ങനെ മടിയല്ലേ വരുന്നുണ്ട്. അതെല്ലാവർക്കും സ്വാഭാവികമല്ലേ, ഒന്നിന് മടുക്കുന്നത് എല്ലാവർക്കും ഉണ്ടാവില്ല, എല്ലാ ദിവസവും ഒരേപോലെ ആവലോ. അങ്ങനെ ഓളങ്ങനെ അവിടെ റെഡിയായി. അങ്ങനെ ഇത്തോൾക്ക് അപ്പൽ കൊടുക്കുന്നുണ്ട്, വായിക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ടിഫിൻ ബോക്സ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ടിഫിൻ ബോക്സിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ തിന്ന സാധാ അതന്നെ ഉച്ചക്ക് കൊണ്ടുപോകലോള്. അപ്പോൾ കാലത്തെ ദോശയാണ്, അങ്ങനെ ദോശ കൊടുത്ത്. പിന്നെ ബസലച്ചാറും ചട്നി വേണ്ടെന്നല്ലോ അവൾക്ക്. പിള്ളമാർക്കൊന്നും ചട്നി വലിയ ഇഷ്ടമല്ലല്ലോ. അങ്ങനെ ചട്നി അവർ കൂട്ടിയിട്ടാണ്. അങ്ങനെ അവൾക്ക് ചട്നി വേണ്ടല്ലോ, അവൾ അപ്പത്തിന് കൂട്ടാൻ തന്നെ ചാറ് കൂട്ടിയിട്ട് ഒന്ന് അങ്ങനെ ചട്നി കൂട്ടിയിട്ടാണ്. പിന്നെ അങ്ങനെ ലഞ്ച് ബോക്സ് അങ്ങനെ അവിടെ റെഡിയായി. പിന്നെ സ്നാക്ക് ബോക്സ് ആയിട്ട് റെഡിയാക്കുന്നുണ്ടത്. അപ്പോൾ കുറുക്കുറേൻ്റെ ചക്കളിയില്ലേ അതാ വിട്ടെടുക്കുന്നുള്ളത്. അങ്ങനെ അതും സ്നാക്ക് ബോക്സും റെഡിയായി. പിന്നെ ഒരു കുപ്പി വെള്ളവും വെച്ച്. അങ്ങനെ ഉമ്മ എന്താക്കി ബസ്സിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഓളെ കൊണ്ടാക്കാലിട്ട് പോയി. അങ്ങനെ ഞാൻ എന്താക്കി ദോശ കൂട്ടുന്നുണ്ട് ബാക്കിയുള്ളത് വിട്ട്. അപ്പോൾ ഞാൻ ഉമ്മ കൂട്ടി എത്തണമെന്നോ നേരാന്നില്ല. അങ്ങനെ എന്തെല്ലാം ആയിട്ട് ദോശ കൂട്ടി. പിന്നെ അപ്പം ഇന്നത്തെ വീട് ഇത്ര തന്നെ. അപ്പോൾ രാവിലത്തെ വിശേഷം ഇത്ര തന്നെ. ഇത്തല്ലുണ്ടെങ്കിൽ ഇത്താൻ്റെ മോളെല്ലാം ഉണ്ടെങ്കിൽ രാവിലത്തെ വിശേഷം ഇങ്ങനെ. അങ്ങനെ ദോശ ചൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓളെ വണ്ടി വരുമ്പോൾ ഞാൻ പോയി. അപ്പോൾ ഒരാൾ തന്നെ സ്കൂൾക്ക് പോകുന്നുണ്ടെങ്കിൽ കാലത്ത് ഭയങ്കര ചടവിടെ തിരക്കല്ലെങ്കിൽ ഒരാൾ പോകുന്നുണ്ടോ നമുക്ക് തിരക്ക് ഭയങ്കര തിരക്കാന്ന് രാവിലെ. പിന്നെ കാലത്തെ പണി എന്താന്നില്ല ആ സമയത്ത്. പിന്നെ ഓള് പോയിട്ടാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാൻ കഴിഞ്ഞ് അങ്ങനെ ചായ വെച്ച്. പിന്നെ നല്ല ദോശയും ചട്നിയും കുറച്ച് ബസലച്ചാറും കൂട്ടിയിട്ട് ഞാൻ ചായ കുടിച്ച്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെടും, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കല്ലേ. കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ, ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.